കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശുശ്രൂഷിച്ച അതേ ആശയം തന്നെയാണ് ഇന്നും സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമ്മൾ പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ നിന്ന് കണ്ടു, കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും രാജകീയ പുരോഹിത ഗണത്തിലെ അംഗങ്ങളാണ്. പുരോഹിതനാണെങ്കിൽ യാഗം അർപ്പിക്കണം. യാഗം അർപ്പിക്കാനല്ലെങ്കിൽ പിന്നെ ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ലല്ലോ. അത് മനസ്സിലാക്കിയ ശേഷം നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വന്നു. അവിടെ പൗലോസ് അപ്പോസ്തലൻ എന്താണ് ബുദ്ധിയുള്ള ആരാധന? ആരാധന എന്ന് പറയുമ്പോൾ അത് യാഗം തന്നെയാണ് എന്ന് ഒരു സംശയവും ഇല്ലാതെ മനസ്സിലാക്കണം. അത് പഴയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകത്തിൽ നിന്ന് തന്നെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ എടുക്കൊന്നും വേണ്ട, പറഞ്ഞു പോവാം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ ഞാൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എനിക്കായിട്ട് ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് വിറക് കീറി യാഗത്തിനുള്ള കോപ്പുകളും എല്ലാം കഴുതപ്പുറത്ത് കയറ്റി വെച്ച് വേലക്കാരും യാഗം അർപ്പിക്കപ്പെടേണ്ട തൻ്റെ മകനും തീയും കത്തിയും ഒക്കെയായി പുറപ്പെട്ടു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മോറിയ മല അങ്ങ് ദൂരെ കണ്ടു. ആ മോറിയ മലയെ അവർ സമീപിച്ചു. അതിനുശേഷം വേലക്കാരോട് ആ പർവ്വതത്തിൻ്റെ കീഴെ നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് തന്നെ ദഹിപ്പിക്കാനുള്ള വിറകും ചുമന്നുകൊണ്ട് ഇസഹാക്കും തീയും കത്തിയും എടുത്ത് അബ്രാഹവും മല കയറുകയാണ്. അപ്പം അബ്രാഹം തിരിഞ്ഞ് വേലക്കാരോട് പറയുന്നുണ്ട്, ഞാനും മകനും പോയി ദൈവത്തെ ആരാധിച്ച് തിരിച്ചു വരാം. അവരെന്തിനാണ് പോകുന്നത്? യാഗം അർപ്പിക്കാൻ, ബലി അർപ്പിക്കാൻ. ഇതിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും, ബലി അർപ്പണവും യാഗവും ഒന്ന് തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമം നന്നായി പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് ഈ ലോകത്തിലുള്ള മറ്റാരെക്കാളും പുതിയ നിയമവും മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള, സ്വീകരിക്കുന്നവന് പ്രസാദമുള്ള യാഗം അഥവാ ആരാധന എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുക. ലോകം ഉണ്ടായ കാലം മുതൽ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ചു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലയളവിൽ ദൈവസഭയ്ക്ക് ആരാധന എന്ത് എന്ന് അറിയാതെ പോയി. ആരാധന എന്താണെന്ന് അറിയാതെ പോയി. ഇന്ന് ഓരോരുത്തരും തങ്ങൾക്ക് ബോധിച്ചതുപോലെ ആരാധിക്കുക. പ്രയോജനമില്ല. ഞാനൊരു മാനുഷികമായൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളൊരു ബ്രാഹ്മണനെ ബഹുമാനിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒരു വിരുന്ന് കൊടുക്കുകയാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായ ചിക്കൻ തന്തൂരിയും പോർക്ക് വിന്താലവും കോഴി പാല് പിഴിഞ്ഞു വെച്ചതും തേങ്ങാക്കൊത്തിട്ട് വരട്ടിയ പോത്തിറച്ചിയും ഈ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയിരിക്കും? ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ഛർദിക്കും. കാരണം അദ്ദേഹത്തിന് അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കത് കൊണ്ടുവരുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരാധന എന്താണെന്ന്, സ്വീകരിക്കുന്ന ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് അറിയാതെ
വല്ലതുമൊക്കെ ചെയ്താൽ നാശം കൊയ്തെടുക്കും. നാശം കൊയ്തെടുക്കും. കർത്താവായ യേശു ക്രിസ്തു ശമരിയക്കാരിയായ ഒരു സ്ത്രീയോട് സംസാരിക്കവേ അവൾ പറഞ്ഞു, നിങ്ങൾ യഹൂദര് ജെറൂസലേമിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ശമരിയക്കാര് ഈ ഗരസി പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, ആരാധന നടക്കേണ്ടത് ജെറൂസലേമിലും അല്ല, ആരാധന നടക്കേണ്ടത് ഗരസീം പർവ്വതത്തിലും അല്ല. ദൈവം സ്വീകരിക്കുന്ന ആരാധന ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. അതിനൊരു പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി എനി ഡാം പ്ലേസ് ഇൻ ദ ഫേസ് ഓഫ് ദിസ് എർത്ത്. എവിടെ വേണമെങ്കിലും ആകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാറ്റുചാരായം വിൽക്കുന്നിടത്ത് നിന്നിട്ടും ദൈവത്തെ ആരാധിക്കാം. കശാപ്പ് ശാലയിൽ വെച്ചും ദൈവത്തെ ആരാധിക്കാം. സഭാ ഹാളിൽ വന്നിട്ടും ദൈവത്തെ ആരാധിക്കാം. കാരണം സ്ഥലം ഇമ്മെറ്റീരിയലാണ്, ഇതിന് യാതൊരു പ്രസക്തിയില്ല. പക്ഷെ ദൈവം സ്വീകരിക്കുന്ന ആരാധന ആത്മാവിലും സത്യത്തിലും ആയിരിക്കണം. ഇത് പഠിപ്പിക്കാൻ ദൈവം പൗലോസിനെ ഏൽപ്പിച്ചതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു വാക്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്. ഒരുപക്ഷെ 1,900 പ്രാവശ്യം നമ്മളിത് വായിച്ചിട്ടുണ്ടാകും. പക്ഷെ സത്യത്തിൽ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇഷ്ടമുള്ളത് അർജിത് വായിച്ചു. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഇനി ഇത് പഴയ സത്യവേദപുസ്തകത്തിന് ബോർഡും ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കി വായിച്ചോ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വചനമാണ്, ഒറ്റ വചനം. പക്ഷെ നമ്മൾ ഇത് പഠിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ഒരു 3-4 ഞായറാഴ്ചയും കൂടി ആയാൽ നമുക്കിതിൻ്റെ ഒരു വാലറ്റം പിടിക്കാം. നമ്മൾ ഇത്രയും കാലം സമയം പാഴാക്കുകയായിരുന്നു എന്നൊരു സത്യം തിരിച്ചറിയണം. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ജനത്തിൻ്റെ ആഗ്രഹം അത് പണ്ടുണ്ടായിരുന്നു. ഇത് പുതിയതായി വന്ന കാര്യമൊന്നുമല്ല. അന്ന് ജനം ദൈവത്തോട് എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ പ്രസാദിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ച മാർഗങ്ങളൊക്കെ വലിയ പണച്ചെലവുള്ള മാർഗങ്ങളുമാണ്. പക്ഷെ അതിലൊന്നും ദൈവം പ്രസാദിച്ചില്ല. നിങ്ങൾ മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, ജനം സത്യസന്ധമായി ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. നിഷ്കളങ്കമായിട്ടുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. മിക്ക പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. കർത്താവിന്റെ മുമ്പിൽ ഞാൻ എന്തു കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? കർത്താവ് പ്രസാദിക്കണമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ കാഴ്ച കൊണ്ടുവരണം എന്ന് അവരങ്ങ് ധരിച്ചു. ഇനി എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ഇങ്ങനെ നിന്നിട്ട് തല ഒരു ലേശം കുമ്പിട്ടാൽ മതിയോ? അതോ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട മാതിരി നരേന്ദ്രമോദി കിടന്ന മാതിരി ബെൽറ്റ് അടിച്ച് നിലത്ത് കിടക്കണോ? അടുത്ത വാക്യം. ദഹനബലിക്ക് 1 വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? ദഹനബലി അർപ്പിക്കാൻ 1 വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? 1000 മുട്ടാടുകളിലും 10,000 എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ?
ജെറൂസലം ദേവാലയത്തിൽ ഒരു വിളക്കുണ്ട്, അത് കത്തിക്കാൻ എല്ലാ ദിവസവും എണ്ണ വേണം. അതുകൊണ്ട് ഞങ്ങൾ എണ്ണയുടെ ഒരു പുഴയങ്ങ് തീർത്ത് തന്നാൽ, അല്ലെങ്കിൽ യാഗത്തിന് വേണ്ടി കൊല്ലുന്ന മൃഗങ്ങളുടെ ചോര കൊണ്ട് ഒരു ചോരപ്പുഴ തന്നെ അങ്ങ് ഒഴുക്കിയാൽ അങ്ങ് പ്രസാദിക്കുമോ? എന്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എന്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എൻ്റെ ആദ്യജാതനായ ജിംസനെ ഞാൻ നിനക്ക് ദഹനയാഗമായി അർപ്പിക്കണമോ? ആത്മാവിന്റെ പാപത്തിന് പകരം ശരീരത്തിന്റെ ഫലം കാഴ്ചവെക്കണമോ? കാഴ്ചവെക്കണമോ എന്ന് വെച്ചാൽ, ശരീരത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആയുസ്സിൽ നേടിയ സകല സമ്പത്തും. അതാണ് എൻ്റെ ശരീരത്തിൻ്റെ സമ്പത്ത്. ഞാൻ നേടിയത് മുഴുവനും അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ അങ്ങ് അർപ്പിച്ചേക്കാം, അങ്ങ് പ്രസാദിക്കുമോ? ഇതാണ് ചോദ്യം. കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞു. ചോദ്യം എല്ലാം കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടു. എന്നിട്ട് 8ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ് എന്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അടുത്ത വാക്യം, മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. മതി. 3 കൂട്ടം കാര്യങ്ങൾ. നീതി ചെയ്യണം, കരുണ ചെയ്യണം, ദൈവസന്നിധിയിൽ വിനയമുള്ളവനായിരിക്കണം. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? ഈ വർത്തമാന കാലത്തിലും ദൈവം നമ്മിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളെ ആവശ്യപ്പെടുന്നുള്ളൂ. 1 നീതി, 2 കരുണ, 3 ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തെ ഭയഭക്തി ബഹുമാനത്തോടു കൂടെ സ്നേഹിക്കുക. ഫുൾ സ്റ്റോപ്പ്. ഇതാണ് ആരാധന. ഇങ്ങനെ ചെയ്ത് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആരാധന. അതിനെന്തോ സ്ഥലം? അത് ഞായറാഴ്ച 10 മണി മുതൽ 1 മണി വരെ നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണോ? ഒരു പാട്ട് സാവധാനം തുടങ്ങി അവസാനം ആത്മാവിൽ നിറഞ്ഞു എന്നും പറഞ്ഞ് അന്യഭാഷയും അന്യായ ഭാഷയും പറഞ്ഞ് നീ ബഹളം വെക്കുന്നതാണോ ആരാധന? ഇത് ആരെ പഠിപ്പിക്കാനാ? ആരാധിക്കുന്ന സമയത്ത് നമുക്ക് പാട്ട് പാടാം, അതിന് യാതൊരു വിരോധമില്ല. ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്നുണ്ടോ? കൈയടിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ കൈയടിച്ചാൽ ആരാധനയാവില്ല, പാട്ട് പാടിയാൽ ആരാധനയാവില്ല. കാരണം ദൈവം നോക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അംഗവിക്ഷേപങ്ങളിലേക്കല്ല, നാം പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിലേക്കല്ല, നാം ഉപയോഗിക്കുന്ന സംഗീത ഇൻസ്ട്രുമെന്റുകളിലേക്കല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടത് എന്താണെന്ന് പൗലോസ് പറഞ്ഞു. എന്താണ് വേണ്ടത്? നമ്മുടെ ശരീരങ്ങളെ, അതായത് യാഗവസ്തുവായ നമ്മുടെ ശരീരത്തെ, യാഗ അർപ്പകനായ എന്നെ ദൈവത്തിന് എങ്ങനെ കിട്ടണം? ജീവനുള്ളതായി കിട്ടണം. പഴയ നിയമത്തിൽ യാഗം കഴിക്കുമ്പോൾ യാഗമൃഗത്തെ അറക്കാണ് ചെയ്യുന്നത്. അറുത്ത് കഴിഞ്ഞിട്ടാണ് ഈ യാഗം. മനസ്സിലായോ? പിന്നെ ആ യാഗമൃഗത്തെ യാഗത്തിൻ്റെ വ്യത്യസ്തത അനുസരിച്ച് ഒന്നുകിൽ അതിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് കളയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തിന്നാവുന്ന മാംസം മുഴുവനും അർഹതയുള്ളവർ തിന്നുന്നു. ഇവിടെ അർപ്പകനും ജീവൻ നഷ്ടപ്പെടുന്നില്ല, യാഗമൃഗത്തിനും ജീവൻ നഷ്ടപ്പെടുന്നില്ല. ജീവനുള്ള യാഗം, അതിനാണ് സജീവ യാഗം എന്ന് വിളിച്ചത്. പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത? വിശുദ്ധിയുള്ളതായിരിക്കണം, ദൈവത്തിന് പ്രസാദകരം. എനിക്ക് പ്രസാദകരമല്ല, നിങ്ങൾക്ക് പ്രസാദകരമല്ല, ലോകത്തിന് പ്രസാദകരമല്ല, ദൈവത്തിന് പ്രസാദകരം. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രാഹ്മണന് വിരുന്നൂട്ടിയ കാര്യം പറഞ്ഞത്. ഒരു ബ്രാഹ്മണൻ വില കൂടിയ പോർക്ക് വിന്താലൂലും ചിക്കൻ്റെ ഏത് തരത്തിലുള്ള വിഭവത്തിലും
പോത്തിറച്ചി തേങ്ങ കൊത്തിട്ട് വരട്ടിയതൊക്കെ നമുക്ക് പ്രിയങ്കര, പക്ഷെ അവന് പ്രിയങ്കരല്ല. നാം ഇത് കൊടുക്കുന്ന ദൈവത്തിനാണെങ്കിൽ സ്വീകരിക്കുന്ന ദൈവത്തിന് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞു കൊടുക്കണം. ആരാധന എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. നീതിയിൽ അധിഷ്ഠിതമായ, കരുണയിൽ അധിഷ്ഠിതമായ, വിനയത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് പറയുന്ന പേരാണ് ആരാധന. അത് 24 മണിക്കൂർ ആഴ്ചയിൽ 7 ദിവസം നടക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അങ്ങനെയല്ല നടക്കുന്നത്. 6 ദിവസം വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ നമ്മൾ ജീവിക്കുന്നു. ഞായറാഴ്ച പോലും 21 മണിക്കൂർ നമ്മൾ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ജീവിക്കുന്നു. 10 തൊട്ട് 1 മണി വരെ നമ്മൾ ഭയങ്കര ഭക്തന്മാരാ. ഇതാര് സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ ധാരണ? ഇതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഈ തുടർക്കഥ എഴുതുമ്പോൾ കഥ ഇതുവരെ എന്ന് പറഞ്ഞിട്ടൊരു കഷ്ണം കൊടുക്കും, ഒരു റീക്യാപ്പിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊരു സ്ഥലകാലബോധം വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മിലുള്ള ജഡികമായ, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മിലുണ്ട്, എന്നിലുണ്ട്. അത് മുഴുവൻ ഞാൻ നീക്കിക്കളയുന്നതാണ് ആരാധനയുടെ ഒരു രീതി. അത് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ദർ ആർ സോ മെനി തിങ്സ് ടു ഡു ഇറ്റ്. ഒരു പുരോഹിതൻ, ഒരു ക്രിസ്തീയ വിശ്വാസി, ഒരു ക്രിസ്തീയ പുരോഹിതൻ അർപ്പിക്കേണ്ടുന്ന ഒരുപാട് യാഗങ്ങളുണ്ട്, കുറച്ചൊന്നുമല്ല. അതിൽ ഒരെണ്ണത്തിനെ നമ്മളൊന്ന് പിടിച്ചിരിക്കുക. അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗലാത്യ ലേഖനം 5-ാം അധ്യായം ഇതിൻ്റെ 19-ാമത്തെ വാക്യം എടുത്തിട്ട് ദൈവത്തിന് ഒട്ടും പ്രസാദമില്ലാത്തതും എന്നാൽ നമ്മിൽ ധാരാളമായി കണ്ടുവരുന്നതുമായ ജഡ സ്വഭാവത്തെ നീക്കണം. ആ സ്വഭാവത്തെ ദൈവത്തിൻ്റെ സ്നേഹാഗ്നി ചൂളയിലിട്ട് കത്തിക്കണം. അങ്ങനെ നമ്മൾ 2 കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. 15 കാര്യങ്ങൾ അവിടെ പേരെഴുതി വച്ചിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൽ ഒന്നാമത്തേത് എന്തായിരുന്നു? രണ്ടാമത്തേത് എന്തായിരുന്നു? വ്യഭിചാരം, അശുദ്ധി. വ്യഭിചാരം എന്നത്, അഡൾട്ടറി എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അശുദ്ധി, ഫോർണിക്കേഷൻ എന്താണെന്നും പഠിച്ചു. ഈ അഡൾട്ടറിയും ഫോർണിക്കേഷനും ഒരേ പ്രവൃത്തിയാണ്. പക്ഷെ ചെയ്യുന്ന ആൾ വിവാഹിതനാണെങ്കിൽ അത് അഡൾട്ടറി, വ്യഭിചാരം. അതേ ചീത്ത പ്രവൃത്തി ചെയ്യുന്നത് അവിവാഹിതനായ ഒരാളാണെങ്കിൽ അത് ഫോർണിക്കേഷൻ അഥവാ പരസംഗം. കാര്യമൊന്നും തന്നെ, ഒരാണും ഒരു പെണ്ണുമാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. പക്ഷെ അത് ആര് ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കി അതിനെ 2 വകുപ്പിലാണ് അത് ദൈവം പെടുത്തുന്നത്. ആ ദൈവം അങ്ങനെയാണ് പെടുത്തിയിരിക്കുന്നെങ്കിൽ നാം അതിനെ അങ്ങനെ തന്നെ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. പല സഭകളിലും പോകുന്ന 10ഉം 50ഉം കൊല്ലം വിശ്വാസികളായിരിക്കുന്ന ഇതര സഭകളിലെ വിശ്വാസികളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, പരസംഗവും വ്യഭിചാരവും തമ്മിൽ വ്യത്യാസമുണ്ടോയെന്ന് ചോദിച്ചു നോക്ക്. അവർ പറയും 2 ഒന്ന് തന്നെയാണ്. 2 ഒന്നാണെങ്കിൽ പിന്നെ അത് പറയണ്ടല്ലോ. അവർ സംസാരിക്കുന്ന ഭാഷ അങ്ങനെയാണ്. നമ്മുടെ ഇടയിലുണ്ട് ആ ഭാഷ പിൻപറ്റുന്നവർ. ദയവ് ചെയ്ത് തിരുത്തണം. ദൈവമായ കർത്താവിന് നമുക്കൊന്നും നൽകി തരാൻ കഴിയില്ല. ദൈവമായ കർത്താവിന് നമുക്ക് നൽകാൻ കഴിയും, അല്ലെങ്കിൽ തരാൻ കഴിയും. എന്തിനാ നൽകി തരുക? ഇത് എവിടുന്നാ നിങ്ങളിത് പഠിച്ചേ? മലയാള ഭാഷയിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ? ദൈവം നമുക്ക് നൽകി തരും. റൗണ്ട് എന്ന് പറഞ്ഞാൽ വട്ടാണ്, പിന്നെ എന്ത് റൗണ്ട് വട്ടം എന്ന് പറയണത്? മനസ്സിലായോ? നമുക്ക് പെന്തക്കോസ്ത് ഭാഷയുമായിട്ട് ഒരു ബന്ധവും വേണ്ട.
നമുക്ക് മലയാള ഭാഷയായിട്ടുള്ള ബന്ധം മാത്രം മതി. ദൈവം നമുക്ക് തരും, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകും, അല്ലാണ്ട് ദൈവം നമുക്ക് നൽകി തരില്ല. ഈ വൃത്തികെട്ട ഭാഷ പഠിപ്പിക്കുന്നവര് വേണ്ടത് പഠിപ്പിക്കുന്നില്ല. ഫോർണിക്കേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം അഡൾട്ടറി. വ്യഭിചാരം പരസംഗത്തിൽ നിന്ന് വ്യത്യാസമാണ്. അത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് ഒരൊറ്റ വാചകത്തിൽ കർത്താവ് അത് പഠിപ്പിച്ചിട്ടുണ്ട്. എടുക്കൊന്നും വേണ്ട, ഞാനതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാ. നമ്മൾ വാക്കുകളുടെ ക്ലിപ്ത അർത്ഥം, അതായത് ഈ പുസ്തകം എഴുതിപ്പിച്ച പരിശുദ്ധാത്മാവ് ഓരോ വാക്കുകൊണ്ട് എന്താണോ അർത്ഥമാക്കിയിരിക്കുന്നത് അതാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് നമ്മൾ 3 തർജ്ജമ ഇന്ന് ഉപയോഗിക്കും. ഒന്ന് പഴയ സത്യവേദപുസ്തകം, അതിൻ്റെ ഇംഗ്ലീഷ്, പിന്നെ POC. അപ്പം ഇത് 3 ഇടയിലും നിങ്ങൾക്ക് സത്യം കിട്ടും. ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മനസ്സിലാവില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് അതിലെ 3-ാമത്തെ കാര്യത്തിലേക്ക് പോവാം. ദുർവൃത്തി. അതിന് ഇതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ ദുഷ്കാമം. മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു വാക്കാണ് അൺക്ലീൻലിനെസ്. ക്ലീൻ എന്നത് നമുക്കറിയാം, വെടുപ്പുള്ളത്. അപ്പൊ അൺക്ലീൻലിനെസ് വെച്ചാൽ എന്താണ്? അതിന്റെ നേരെ വിപരീതം. മനസ്സിലായില്ലേ? ഇനി ഒരു വചനം കൊണ്ട് നമുക്കതൊന്ന് പഠിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചാൽ ഈ വാക്ക് അവിടെയുണ്ട്. ഇതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മള് ഒരുപാട് അറിവുള്ളവരല്ല, നമുക്ക് പരിമിതിയുണ്ട്. നമ്മുടെ ചിന്തയ്ക്ക് പരിമിതിയുണ്ട്, നമ്മുടെ പ്രവൃത്തിക്ക് പരിമിതിയുണ്ട്. വി ആർ പീപ്പിൾ ഹു ലീവ്സ് വിത്ത് ലിമിറ്റ്സ്. ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് പറയാണ്, ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ്, മാനസാന്തരപ്പെടുന്നതിന് മുമ്പ്, ഇപ്പോഴത്തെ ജീവിത രീതിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നാം ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നാം ജീവിച്ചിരുന്നു. ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ മക്കളാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവയെല്ലാം നീതീകരണത്തിന് വേണ്ടി സമർപ്പിക്കണം. എന്ന് വെച്ചാൽ ഓരോന്നായി അറുത്തെടുത്ത് തീക്കനലിൽ ഇടണം. എന്ന് വെച്ചാൽ നമ്മിൽ നിന്ന് ഉരിഞ്ഞു മാറ്റണമെന്നോ, എടുത്തു മാറ്റണമെന്നോ, മുറിച്ചു മാറ്റണമെന്നോ എന്തു വേണമെങ്കിലും പറയാം. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യമാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് പാപത്തിന് കാരണമാണെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കള. കൈ പാപഹേതുവാണെങ്കിൽ കൈ വെട്ടിക്കളയ. അങ്ങനെ നമ്മൾ അക്ഷരീകമായി ചെയ്യാൻ പോയാൽ ഈ സഭായോഗം ഇങ്ങനെ ഇരിക്കും, വികലാംഗരുടെ സംസ്ഥാന സമ്മേളനം പോലെ ഇരിക്കും, ഇല്ലേ? അപ്പൊ അത് അക്ഷരീകമായിട്ട് ചെയ്യാനുള്ളതല്ല, ആലങ്കാരികമായി ആത്മീകമായി നാം നമ്മുടെ അവയവങ്ങളിലിരിക്കുന്ന പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതാണ് ആരാധന. ഇപ്പൊ പിടി കിട്ടിയല്ലോ? ആ വാക്യം തീർന്നോ? നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തു ഫലം കിട്ടി? അന്ന്
നമ്മൾ ജഡത്തിൻ്റെ അടിമകളായി ജീവിച്ച ആ കാലത്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഇന്ന് തിരിഞ്ഞു നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും. നമ്മുടെ തല നമുക്ക് തല്ലി പൊളിക്കാൻ തോന്നും. മനസ്സിലായോ? കണ്ടമാനം പുകവലിച്ച് ലങ്സ് കേടുവരുത്തിയ ഒരുവന് മാനസാന്തരത്തിന് ശേഷം അവന് ശ്വാസം മുട്ട് വരില്ല എന്നുണ്ടോ? അവൻ തൻ്റെ ശരീരത്തോട് കാണിച്ചു വെച്ചിട്ടുള്ള സകല ക്രൂരതകൾക്കും അവൻ ഇവിടെ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കണം. ചില ആളുകൾ പഠിപ്പിക്കും, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം നവീകരിക്കപ്പെട്ടു. പെടുവോ? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരുത്തം മുടന്തനായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുടന്ന് മാറണമല്ലോ. അത് നടക്കുന്നുണ്ടോ? അപ്പോൾ വെറുതെ ഇല്ലാത്ത കാര്യം, ബൈബിള് പഠിപ്പിക്കാത്ത കാര്യമൊന്നും പഠിപ്പിക്കുകയരുത്. നമുക്ക് രക്ഷാനിർണയം ലഭിക്കുന്നത് നമ്മുടെ ആത്മാവിനാണ്, ശരീരത്തിനല്ല. ശരീരത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഞരക്കമാണ്. ചെയ്ത തെറ്റിന് മുഴുവൻ ഇവിടെ വെച്ച് പൈ കൊടുത്ത് തീർത്തിട്ടല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. സൃഷ്ടി മാത്രമല്ല, ആത്മാവെന്ന ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും, അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നിങ്ങളും ഞാനും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് പഠിക്കും. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയ്ക്കൊന്നും പോവല്ല. എന്താ പറഞ്ഞ? ഒന്നുകൂടെ വായിക്കേ. സൃഷ്ടി മാത്രമല്ല, ആത്മാവെന്ന ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട്. അതെപ്പോഴാ കിട്ടുക? ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി അതെപ്പോഴാ കിട്ടുക? അത് കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മൾ വിശുദ്ധരായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനോട് ചേരാം. അതാണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. അതുവരെ എന്ന് വെച്ചാൽ നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോഴൊക്കെ എന്താണ്? ആന്തരികമായി വിലപിക്കുന്നു, ഞരങ്ങാണ്. ആന്തരികമായി വിലപിക്കുന്നു. ഇവിടെ എന്താണ്? ഉള്ളിൽ ഞരങ്ങാണ്. ഞരങ്ങുക. നിങ്ങളുടെ മുമ്പിൽ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു പീസ് കൊണ്ടുവച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഞരങ്ങുമോ? ഇല്ല. സന്തോഷമല്ലേ ഉണ്ടാവുക? ആരെങ്കിലും നിങ്ങളെ തലയ്ക്കൊരെണ്ണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിച്ചിരിക്കുമോ? ഇല്ലല്ലോ, ഞരങ്ങും. അപ്പോൾ ഭൂമിയിൽ നമുക്ക് വെച്ചിരിക്കുന്നത് ഈ ഞരക്ക. തിരിച്ചറിയണം. ദൈവവചനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. നമ്മളിന്ന് കേട്ടല്ലോ, 400 കള്ളപ്രവാചകന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, പോവുക, ദൈവം റാമോത്ത് ഗിലെയാദ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഈ 400 കള്ളപ്രവാചകന്മാരും ഇസ്രായേൽ രാജാവ് തീറ്റിപ്പോറ്റി പുലർത്തിയിരുന്നവരാ. അപ്പൊ അവര് രാജാവിന് അനുകൂലമായിട്ടല്ലേ പ്രവചിക്കൂ? ഈ 400 കള്ളപ്രവാചകന്മാർ പറയുന്നത് കേട്ടിട്ടും യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ മനസ്സിൽ തൃപ്തിയില്ല. അപ്പൊ അവൻ ചോദിക്കുകയാണ്, ഇനി പ്രവാചകന്മാരാരുമില്ലേ? ഈ 400 കൊണ്ട് തീർന്നോ? അപ്പൊ ഇസ്രായേൽ രാജാവ് പറയണ, അല്ല, ഒരാളും കൂടി ഉണ്ട്, പക്ഷെ അവനെ വിളിക്കണ്ട, അവൻ എനിക്ക് അനുകൂലമായിട്ട് പറയില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ ഇന്ന് പറയോ, അതുകൊണ്ട് അവനെ വിളിക്കണ്ട. അപ്പൊ യഹോഷാഫാത്ത് പറഞ്ഞു, അങ്ങനെയല്ല, അവനെയും കൂടെ വിളിക്ക്. മനസ്സിലായോ? ഇതിന് നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിച്ചോ, കിട്ടണമെങ്കിൽ മേടിച്ചോ. കാരണം ആ വരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളെ നരകത്തിലെ കൊണ്ടെത്തിക്കുക. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ പെട്ടെന്ന് പ്രസിദ്ധനാവും.
നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്ത് ജനം നിങ്ങളെ ദൈവം എന്ന് വരെ പറഞ്ഞു കളയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കാല് ഭൂമിയിൽ നിന്ന് ഒരടി പൊന്തിയിട്ട് പിന്നെ നടക്കുക. ആ ജീവിതം നിന്നെ നരകത്തിൽ കൊണ്ടെത്തിക്കും. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് തരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. എനിക്ക് മനുഷ്യന്റെ മുമ്പിൽ ആളാകണ്ട. രോഗശാന്തി വരം കിട്ടിയാലത്തെ സ്ഥിതി എന്താ? ഇത് തന്നെ. ജനം നിന്നെ പൊക്കും. അവര് പൊക്കുമ്പോ നീയും പൊങ്ങും. അവസാനം കർത്താവ് പറഞ്ഞോടത്തേക്ക് എത്തും. ഉയർത്തിയവരൊക്കെ ദൈവത്താൽ താഴ്ത്തപ്പെടും. പക്ഷെ ഒരു വരത്തിന് വേണ്ടി നിങ്ങൾ മുട്ടുമെന്ന് പ്രാർത്ഥിച്ചോ. അതാണ് വിവേചനത്തിൻ്റെ വരം. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അത് ഏത് ആത്മാവിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അയാളത് എടുക്കുന്നത് ബൈബിളിൽ നിന്നാ. അയാൾ പറയുന്ന ഉപമകൾ ബൈബിളിൽ നിന്നാ. പക്ഷെ ആ മൊത്തം പ്രസംഗം പരിശോധിച്ചാൽ ഈ മനുഷ്യൻ ദുഷ്ടാത്മാവിലാണ് പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ ഒരു മിനിറ്റെങ്കിലും പിശാച് അയാൾ ഉപയോഗിക്കും. ആ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവനത് പരിശുദ്ധാത്മാവിലല്ല ചെയ്തത്. കള്ളനോട്ടടിക്കുന്ന ആരെങ്കിലും, ഇപ്പോഴത്തെ 100 നോട്ട് വയലറ്റ് നിറത്തിലാണ്, അല്ലേ? അപ്പൊ കള്ളനോട്ടടിക്കുന്ന ആരെങ്കിലും പച്ച നിറത്തിൽ 100 നോട്ട് അടിക്കുമോ? ഓൾമോസ്റ്റ് ദ സെയിം. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ വ്യത്യാസങ്ങൾ കാണുള്ളൂ. അത് നിങ്ങൾ നോക്കി പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ്, വിവേചനത്തിൻ്റെ വരം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട. കാരണം നാം തെറ്റിപ്പോകുന്നതിന് കാരണം ഈ കള്ളപ്രവാചകന്മാരുടെ ബാഹുല്യമാണ്. വീണു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടു അൺക്ലീൻലിനെസ് അഥവാ ദുർവൃത്തി അല്ലെങ്കിൽ ദുഷ്കാമം. അങ്ങനെ 3 വാക്ക് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് വിശുദ്ധി, എന്താണ് അശുദ്ധി. ഇനി 4ാമത്തെ സാധനം എടുക്കാം, വിഗ്രഹാരാധന. അത് ഇംഗ്ലീഷിലൂടെ കാണാം, ഐഡോലട്രി. സത്യവേദ പുസ്തകത്തിൽ അതേ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊക്കെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് വിഗ്രഹാരാധകനായിരുന്നു. നേരെ ചൊവ്വ വിഗ്രഹാരാധനക്കാരൻ. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് ഉയരമുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് രൂപം ഉണ്ടായിരുന്നു. അത് ഈ പെരുന്നാൾ സ്ഥലത്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നെ അപ്പുറത്ത് ഔസേപ്പുണ്യാളിനും മാതാവും, ഇപ്പുറത്ത് തിരുക്കുടുംബവും സെബസ്ത്യാനോസ് പുണ്യാളിനും, അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ ബിംബമായിട്ടുണ്ടായിരുന്നത്, സ്റ്റാച്ചു ആയിട്ടുണ്ടായിരുന്നത്, വിഗ്രഹമായിട്ടുണ്ടായിരുന്നത് തിരുഹൃദയം. അപ്പം എൻ്റെ അമ്മ കൊച്ചിലെ എന്നെ ഒക്കത്തെടുത്ത് ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വന്ന് ബഹുമാനത്തോടെ പ്രാർത്ഥിച്ച് അമ്മ ഈ വിഗ്രഹം തൊട്ടുമുത്തും, എനിക്കും തൊട്ടുമുത്താൻ തരും. അപ്പം മുലപ്പാലിനോടൊപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ് വിഗ്രഹാരാധന. അതിൽ നിന്നൊക്കെ നമ്മൾ മോചനം നേടി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മൾ ദൈവവചനത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിയിട്ടുണ്ടോ? പരിശോധിക്കാം. കൊളോസിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം. മതി. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. അപ്പം ഞാനിപ്പോ പടങ്ങളോ ബിംബമോ വെച്ച് ആരാധിക്കുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ദൈവത്തെക്കാൾ വലുത് എനിക്ക് പണമാണ്.
ദൈവത്തെക്കാൾ വലുത് എനിക്ക് എൻ്റെ ജീവിത സുഖമാണ്. ദൈവത്തെക്കാൾ വലുത് എനിക്ക് എൻ്റെ ബന്ധുമിത്രാദികളാണ്. ദൈവത്തെക്കാൾ വലുത് എനിക്ക് എൻ്റെ മക്കളാണ്. അങ്ങനെയാൽ ആ സാധനം എന്താണ്? അതിൻ്റെ വിഗ്രഹാരാധന. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും സ്ഥലങ്ങൾക്കും സംഭവങ്ങൾക്കും ദൈവത്തെ കഴിഞ്ഞ സ്ഥാനമേ ഉള്ളൂ, കവിഞ്ഞ സ്ഥാനമില്ല. അബ്രഹാം തനിക്കൊരു മകനുണ്ടായപ്പോൾ അതിലൊക്കെ വലിയ സന്തോഷിച്ച മനുഷ്യനാണ്. ഇസ്ഹാക്ക് എന്ന് പറയുന്ന വാഗ്ദത്ത സന്തതിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് വലിയ സന്തോഷമായി. പക്ഷേ അബ്രഹാമിന് ഇസഹാക്കിനോടുള്ള സ്നേഹം സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ നിന്റെ ആ മകനെ എനിക്ക് യാഗമാക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരേ ഒരു മനുഷ്യക്കുരുതിയെ അന്നും ഉണ്ടായിരുന്നുള്ളൂ, ഇന്നുള്ളൂ. അത് തൻ്റെ പുത്രനായ ക്രിസ്തേശുവിൻ്റെ കാൽവരി യാഗമാണ്. അതല്ലാത്ത ഒരു മനുഷ്യക്കുരുതിയും യഹോവയുടെ മനസ്സിൽ അന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ അബ്രഹാമിനെ നേർവഴിക്ക് നയിക്കണമെങ്കിൽ എന്തു വേണം? അവനെ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അബ്രഹാമിന് ഗുട്ടൻസ് പിടികിട്ടി. എന്തുകൊണ്ടാണ് യഹോവ തന്നോടത് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലായി. പക്ഷെ നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അബ്രഹാമിന് കാര്യം മനസ്സിലായി, നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നമുക്ക് വലുത് വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മുടെ ബന്ധു വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ നമുക്കതിന് പോയേ പറ്റൂ. കാരണം പോയില്ലെങ്കിൽ അവരെന്തു പറയും? മനസ്സിലായോ? സഭായോഗങ്ങളെ മുടക്കരുത് എന്നുള്ളത് ഒരു അപ്പസ്തോലിക ഉപദേശമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ അത് പച്ചയ്ക്ക് പച്ച എഴുതി വെച്ചിട്ടുണ്ട്. 24-ഉം 25-ഉം ചേർത്താ വായിച്ചോ. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കാം. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ, ഞായറാഴ്ച അടുത്തു വരുന്നത് കാണുമ്പോൾ, നിങ്ങൾ പരസ്പരം ബുധനാഴ്ച തൊട്ട് വ്യാഴാഴ്ച തൊട്ട് വെള്ളിയാഴ്ച തൊട്ട് ശനിയാഴ്ചയൊക്കെ നിങ്ങൾ കൂട്ടുകാരെ വിളിക്കുമ്പോൾ പറയണം, ഞായറാഴ്ച വരണം കേട്ടോ, സഭായോഗം വരണം കേട്ടോ, നമുക്ക് ഒന്നിച്ച് കൂടണം കേട്ടോ. നമ്മൾ വെള്ളിയും ശനിയും ഒക്കെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യമാണോ നമ്മൾ പറയാറുള്ളത്, അതോ പിശാചിനെ പ്രസാദിപ്പിക്കുന്ന കാര്യമാണോ പറയാറുള്ളത്? ചിന്തിക്ക്. നമ്മുടെ സഭയിലുള്ള, അതായത് ആരൊക്കെ മരിച്ചാൽ ഞാൻ ശവടക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നുവോ അവരെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം നോക്കിയേ, ചിരങ്ങുള്ള തലയിൽ മുടി വെട്ടിയ മാതിരിയാണ്. ചിരങ്ങുള്ള തലയിൽ മുടി വെട്ടി എങ്ങനെ ഇരിക്കുന്നു രാംദാസിനോട് ചോദിച്ചാൽ പുറകിൽ പറഞ്ഞു തരും. കാരണം ആ ചിരങ്ങ് ഒഴിവാക്കിയിട്ടാണ് മിഷ്യൻ പോവുക. അതുപോലെ എന്താ കാരണം? ഇനി അവരോടും ചോദിച്ചേക്ക് എന്താ വരാതിരുന്നേന്ന്. അവർക്ക് ഓരോരോ കാരണങ്ങളുണ്ടാവും. കാരണം ഇപ്പം ആർക്കല്ല കാരണം പറയാൻ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു കൊലപാതകം ചെയ്താലും കാരണം പറയാലോ, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് പറയാം. പക്ഷെ ചോദ്യം എന്നെ തൃപ്തിപ്പെടുത്തുമോ എന്നുള്ളതല്ല. നിനക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച കർത്താവ് നിന്റെ കാരണത്തെ അംഗീകരിക്കുവോ? അതാ ചോദ്യം. അതിൻ്റെ ചോദ്യവും ഉത്തരവൊക്കെ നിങ്ങൾ കണ്ടെത്തണം. എനിക്ക് നിങ്ങൾ എല്ലാവരും കണ്ട അത്ര സന്തോഷമാണ്. ഇനിയിപ്പോൾ കസാലയിൽ പകുതി ആളില്ല എന്ന് വെച്ചിട്ട് എനിക്ക് വല്ല മനപ്രയാസമുണ്ടോ? ഒരു മനപ്രയാസവും ഇല്ല. കാരണം വാളുകൊണ്ട് കൊല്ലപ്പെടേണ്ടത് കൊല്ലപ്പെടും, തടവിലേക്ക് പോകേണ്ടത് പോകും എന്ന് ദൈവം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട്
ഞാനെന്തിനാ കരയുന്നത്? എനിക്ക് കരയേണ്ട ഒരാവശ്യമില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? വിഗ്രഹം എന്തെങ്കിലുമൊക്കെ നമുക്ക് വിഗ്രഹമായി തീരുന്നുണ്ടോ? ചിന്തിക്ക്. ഇപ്പം നമ്മൾ ഒരു 20-ലേറെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. 24 വരെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1-2 വർഷം മുമ്പ് പള്ളിക്കര സഭയിലെ മൂപ്പൻ്റെ മകളുടെ ഡിവോഴ്സ് കഴിഞ്ഞു. അദ്ദേഹം തന്നെ നേരിട്ട് മുൻകൈ എടുത്ത് മകളുടെ വിവാഹം നടത്തി കൊടുത്തു. അതോടുകൂടി ആ കൂട്ടായ്മയെ നമ്മൾ കൊള്ളണോ തള്ളണോ എന്ന് ഒരു സംശയം. ഒരു പറ്റ ആളുകൾ പറഞ്ഞു അത് സാരമില്ല, തെറ്റ് വന്നാൽ ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ. ഒരു കൂട്ടർ പറഞ്ഞു പറ്റില്ല. അവരെന്നോട് ചോദിച്ചു എന്താ ജോസ് ബ്രദറിൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിളിൻ്റെ അഭിപ്രായമുള്ളൂ. നിങ്ങൾ ആ സഭയെ ഈ കൂട്ടായ്മ നിലനിർത്തണമെങ്കിൽ ഇരിങ്ങാലക്കുട സഭ ദാണ്ടെ പോകുന്നു. ഞങ്ങളാ കൂട്ടായ്മയിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തിട്ടിട്ട് അവിയിൽ വെച്ചോ. അപ്പോൾ അവർ നിർബന്ധിതരായി ആ സഭയെ പുറന്തള്ളാൻ. കഴിഞ്ഞ മാസം മറ്റൊരു സഭ, ആൻഡോ ബ്രദറിൻ്റെ സഭ, എളങ്കുന്നപ്പുഴയിലെ സഭ, അതിലെ മൂപ്പൻ്റെ 2ാമത്തെ മകൻ ഡിവോഴ്സും കഴിഞ്ഞു, അവൻ വേറെ കല്യാണവും കഴിച്ചു. അപ്പൊ മോൻ്റെ കല്യാണത്തിന് അപ്പന് പോകാണ്ടിരിക്കാൻ പറ്റുമോ? പെണ്ണ് യഹോവ സാക്ഷിയപ്പെട്ടതാ. ഇവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടതും. അപ്പൊ യഹോവ സാക്ഷികൾ ഇവൻ്റെ കല്യാണം നടത്തി കൊടുക്കുമോ? ഇല്ല. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ളവര് യഹോവ സാക്ഷിയുടെ പെണ്ണിനെ കല്യാണം നടത്തി കൊടുക്കുമോ? ഇല്ല. അപ്പൊ അവര് പോയി രജിസ്റ്റർ ചെയ്തു. ഈ പാസ്റ്റർ തന്നെ പോയിട്ട് അതിൽ സാക്ഷി ഒപ്പിട്ടു. വന്ന പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവർക്കും വയറ് നിറച്ച് ഹോട്ടലിൽ നിന്ന് ചാപ്പാടും മേടിച്ചു കൊടുത്തു. ഞങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, ആ കല്യാണം താങ്കളുടെ മകൻ നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ, പക്ഷെ താങ്കൾ അതിൽ പങ്കുകൊള്ളാൻ പാടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കല്യാണമായിട്ട് സഹകരിച്ചിട്ടില്ല. ഞങ്ങൾ ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ആ കല്യാണത്തിൽ സാക്ഷി ഒപ്പിട്ടിട്ടുണ്ടെന്ന്. മനസ്സിലായ? വീണ്ടും ചോദ്യം വന്നു, എന്ത് ചെയ്യണം? ഒരു കൂട്ടർ പറഞ്ഞു ഈ മനുഷ്യനെയും നമുക്ക് കൊണ്ടു നടക്കാം, കാരണം പാപികളുടെ മാനസാന്തരാണല്ലോ ദൈവത്തിൻ്റെ ആഗ്രഹം. ആണോ? 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 അല്ല. സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ച ശേഷം ഒരു മനുഷ്യൻ മനഃപൂർവ്വം പാപം ചെയ്യുന്നുവെങ്കിൽ ആ പാപത്തിന് അർപ്പിക്കാൻ ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല, മറിച്ച് എതിരാളികളെ ദഹിപ്പിച്ച് കളയുന്ന ദൈവത്തിൻ്റെ ക്രോധം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ കരുണാപൂർവം കൂടെ നിർത്തിക്കോ, ദാണ്ടെ പോകുന്നു ഇരിങ്ങാലക്കുട സഭ. അപ്പോൾ അവർ പറഞ്ഞു എന്നാ അദ്ദേഹത്തെ പുറന്തള്ള. ഞാൻ പറഞ്ഞു എന്നാ തള്ളിയിട്ട് നിൽക്കണ്ട, ഞാൻ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതിപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം എനിക്ക് എൻ്റെ മക്കളെക്കാൾ വലുത് എൻ്റെ കർത്താവാണ്. എൻ്റെ നിത്യജീവനാണ് എനിക്ക് വലുത്. ആ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണെന്ന് തന്നെ കൂട്ടിക്കോ. നിങ്ങൾ ഒരാളും ദൈവത്തെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ പോയി നശിച്ചോ. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ കൂടുമെന്ന് വിചാരിക്കണ്ട. എനിക്ക് പോകേണ്ട വഴി അറിയാം. ആ വഴിയിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അനുസരണയോടെ നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നോ, ഇല്ലേ പ്ലീസ് ഗോ അവേ. സംശയത്തിൽ നമ്മളൊന്നും ചെയ്യാറില്ല. ഇതിനകത്തെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഗ്രഹാരാധന നമ്മളെ പിടികൂടുന്നുണ്ടോ? നമ്മൾ മക്കളെ സ്നേഹിക്കണം. പക്ഷെ മക്കളെ സ്നേഹിക്കുന്നത് ദൈവത്തെ വെറുത്തിട്ടാകരുത്. അതിൻ്റെ മക്കൾക്കുള്ള സ്ഥാനത്ത് മക്കള്, ദൈവം ഇരിക്കേണ്ടടുത്ത് ദൈവം.
ഈ നിലമറന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിഗ്രഹാരാധനയായിട്ട് തീരും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇനി അടുത്തത് ആഭിചാരം. ആഭിചാരം. ഇംഗ്ലീഷിൽ പറയും വിച്ച് ക്രാഫ്റ്റ്. അതിനുപയോഗിക്കാവുന്ന വേറൊരു വാക്കാണ് മന്ത്രവാദം. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ആളുകൾ ചെയ്യുന്ന പല ബ്ലാക്ക് മാജിക്കുകളുണ്ട്. ഏതാനും വർഷം മുമ്പ് കുറെ പാസ്റ്റർമാർ ഈ ലോകത്തുള്ള ദുഷ്ട പ്രവൃത്തികളെ ഒരു ചെടിയായി സങ്കല്പിച്ച് ഒരു ചെടിച്ചട്ടിയിൽ ഒരു നല്ല വളർച്ചയുള്ള ഒരു ചെടിച്ചട്ടി വെച്ചിട്ട് അതിനെ പിശാചായി സങ്കല്പിച്ച് അവർ കുത്തിയിരുന്ന് അതിനെ ശപിച്ചു. വല്ലതും സംഭവിക്കുമോ? ഇല്ല അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ ചെടി ഉണങ്ങും. ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു ചെടിച്ചട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എന്തോരം പണിയുണ്ട്. അത് ആഭിചാരമാണ്, ക്ഷുദ്രപ്രയോഗമാണ്, ബ്ലാക്ക് മാജിക് ആണ്. കാരണം നമുക്ക് ഒന്നിനെയും ഒരു സാഹചര്യത്തെ ശപിക്കാൻ വ്യവസ്ഥയില്ല. പത്രോസ് അപ്പോസ്തലൻ പറയണ അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെങ്കിൽ നാം അനുഗ്രഹിക്കുക മാത്രം ചെയ്യണം. ഈ പിശാച് പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? പറ. പിശാച് പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? എന്നെയും നിന്നെയും പ്രലോഭിപ്പിക്കാൻ. ദൈവകൽപ്പനയ്ക്ക് പ്രവർത്തിക്കുന്നവനാ പിശാച്. അതിനെ കരിച്ചു കളയാനോ അതിൻ്റെ തല തകർക്കാനോ അതിനെ കൊല്ലാനോ സാധിക്കുമോ? സാധിക്കുമെന്ന് പറ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഉണ്ടെങ്കിൽ പറ. ഈ പിശാചും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാത്മാവാ. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്: നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? പിശാചും അങ്ങനെ ചെയ്യുന്നു. പിശാചും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവനും അവൻ്റെ ന്യായവിധിയെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമം കേൾക്കുമ്പോൾ നിനക്കില്ലാത്ത എനിക്കില്ലാത്ത ഒരു വിറയൽ പിശാചിനുണ്ട്. അപ്പം നാമാണോ ഭേദം, പിശാചാണോ ഭേദം? ആരാ ഭേദം? ദൈവം നോക്കുമ്പോൾ പിശാച ഭേദം. കാരണം അവന് ദൈവത്തിൻ്റെ നാമം കേൾക്കുമ്പോൾ ഒരു വിറയലെങ്കിലുണ്ട്, നമുക്കതില്ല. മനസ്സിലായോ? പിശാച് നമ്മെ പ്രലോഭിപ്പിക്കും. അവൻ കർത്താവിനെ പ്രലോഭിപ്പിച്ചല്ലോ. എന്തെന്ന് നമ്മൾ വായിക്കുന്നത്? അവനെ പരീക്ഷിക്കുവാനായി, പിശാചിനാൽ പരീക്ഷിക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ പിശാച് ചെയ്യുന്ന പണി ആരുടെയാ? നമുക്ക് ഈ പിശാചിന്റെ തല തകർക്കാൻ പറ്റുമോ? അതിനെ ചില പാസ്റ്റർമാരൊക്കെ പറഞ്ഞ പിശാചിനെ ബന്ധിക്കുന്നു. പിശാചിനെ ബന്ധിക്കുന്നു. പിശാചിനെ ബന്ധിക്കാൻ കഴിയും? ഇതിനെ കൊണ്ട് കഴിയില്ല. പിശാചിനെ ബന്ധിക്കാൻ ഒരു കാലമുണ്ട്. അതിനെ നിയമിക്കപ്പെട്ട ഒരാൾ വന്നിട്ടാണ് അത് ചെയ്യുക. വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം. വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം. ഏതെങ്കിലും ഒരാൾ പിശാചിനെ ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ പിശാച് അവിടെ കയ്യും കെട്ടി നിന്നിട്ട് ചിറിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ പാതാളത്തിന്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി
അവനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് ആ. വാതിൽ അടച്ചു മുദ്ര വെച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിശാചിനെ ബന്ധിക്കാൻ അധികാരമുള്ള ഒരു മാലാക ഉണ്ട്. അത് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് വന്ന് പിശാചിനെ ബന്ധിക്കും. എനിക്ക് പറയാവുന്ന ഒരു കാര്യം, ഞാൻ ഈ ചെയ്യുന്ന പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക ശക്തിയെ ഞാൻ തിരിച്ചറിഞ്ഞാൽ ഞാൻ അവനോട് പറയും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ നിന്ന് പുറത്തു പോവുക. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. ഞാൻ കിടന്ന് അലറി ഈ സ്പീക്കർ പൊളിച്ച് നിങ്ങളുടെ ചെവി പൊട്ടിച്ചൊന്നും പറയണ്ട, മെല്ലെ പറഞ്ഞാൽ മതി. പിശാചേ, ഞാൻ നിന്നോട് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവിടുന്ന് പോ. അവൻ പോയിരിക്കും, പോയേ പറ്റൂ. ഇനി പിശാചിനെ ദൈവം നമുക്ക് വേണ്ടി തകർക്കുന്ന ഒരു കാലം വരും. അത് റോമാലേഖനം 16 അധ്യായത്തിൽ എവിടെയും ഉണ്ടത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 16 അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിച്ച്. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ആരാ തകർക്കുന്നത്? ദൈവം. നമ്മളാരും തകർക്കാൻ പോകുന്നില്ല. സമാധാനത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും. അത് ദൈവം ചെയ്തോട്ടെ എന്ന്. നിങ്ങൾ ദൈവമാകാനൊന്നും പോണ്ട, നിങ്ങൾ ദൂതനാകാനൊന്നും പോണ്ട. പച്ച മനുഷ്യനായിട്ട് നിന്ന് ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ മതി. മനസ്സിലായോ? ആഭിചാരം വേണ്ട, ലക്ഷണവിദ്യ വേണ്ട, മുഹൂർത്തം നോക്കണ്ട. എന്താണ് കാലത്ത് എഴുന്നേറ്റിട്ട് എന്തൊരു സാധനമില്ലേ, കണി കാണുക. കണി കാണുക. ഇന്ന് ആരെ കണി കണ്ട്? ചിലപ്പോൾ അന്ന് ചെയ്ത പ്രവൃത്തികളൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫലം കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ വായെന്നൊക്കെ അറിയാണ്ട് വരുന്നൊരു വാക്കാണ്, ഇന്ന് ഞാൻ ആരെ കണി കണ്ട്. നീ ആരെ കണി കണ്ടാലെന്താ? നീ നല്ലവനാണെങ്കിൽ നിനക്ക് വഴി തുറന്നു കിട്ടും. ഗീത എന്ന് പറയുന്നത് സുധാകരൻ്റെ ഭാര്യയല്ല പറഞ്ഞ്. ഭഗവത്ഗീത പറയുന്നത്, നീ സർവദാ ക്ഷമയോടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ മുമ്പാകെ ഒരു വഴി തുറന്നു വരും. ഒരു വഴി തുറന്നു വരും. കാരണം നിന്റെ വഴി അടയ്ക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. നീ നേരോടെ ജീവിക്കുന്നവനാകണം. മനസ്സിലായ? ഇത് ഭഗവത്ഗീത പറഞ്ഞതാ. എന്തായാലും ബൈബിള് ഭഗവത്ഗീതയേക്കാൾ ഇച്ചിരി ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണല്ലോ. അതുകൊണ്ട് ഭയപ്പെടണ്ട, ഒരു ലക്ഷണവും നോക്കണ്ട, ഒരു ആദായ സൂത്രവും നോക്കണ്ട. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായത് ദൈവം തരും എന്ന് ഞാൻ പറയില്ല, തന്നു കഴിഞ്ഞു എന്നാണ് വചനം പറയുന്നത്. തരുമെന്ന് പറഞ്ഞാൽ അതൊരു കിട്ടുമോ എന്ന് പറയും. അതല്ല, തന്നു കഴിഞ്ഞു. 2 പത്രോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും തന്റെ ഉയർച്ചയിലേക്കും. ഔന്നത്യം തന്നെയാണ് ഈ ഉയർച്ച. നമ്മെ വിളിച്ചവനെ ദൈവം ഇരിക്കുന്ന ഉയർച്ച. ഇനി അതിനേക്കാൾ ഒരു ഉയരല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം ഇരിക്കുന്ന അതേ ഉയർച്ചയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. അതായത് ബൈബിൾ അനുസരിച്ച് ക്രിസ്തു പറയണ്, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ എന്നോടൊത്ത് ഇരുത്തും. അപ്പോ പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ പുത്രൻ, പുത്രൻ്റെ മടിയിൽ അവൻ്റെ വിശുദ്ധ സഭ. ഇതാണ് അതിൻ്റെ ക്രമം.
മനസ്സിലായോ? അപ്പൊ ദൈവം ഏത് ഉയരത്തിലിരിക്കുന്നുവോ അതേ ഔന്നത്യത്തിലേക്ക്, അതേ ഉയർച്ചയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്ത് തരാമെന്നാ വിളിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ എവിടെയെങ്കിലും പുറമ്പോക്കിലും 3 സെന്റ് സ്ഥലം പതിച്ചു തരാന്ന് പറഞ്ഞിട്ടോ? അല്ല, ദൈവത്തിന്റെ അതേ തേജസ്സിലേക്ക്. അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം, വായിച്ചോ, തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. അതാണ് നേടേണ്ട അറിവ്. അത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം നേടേണ്ട ഒരറിവേ ഉള്ളൂ. ഹൂ ഈസ് മൈ ഗാഡ്? എന്നെ സൃഷ്ടിച്ച, എന്നെ വീണ്ടെടുത്ത, എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നിത്യതയിൽ ഞാൻ ആരോടുകൂടെ വസിക്കാൻ പോകുന്നുവോ ആ ദൈവത്തെക്കുറിച്ചൊരറിവ് വേണം. എനിക്ക് വേറെ ഒന്നും അറിയില്ല, പക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊരറിവുണ്ട് താനും. അങ്ങനെ അറിവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിനും ഭക്തിയോടുകൂടെ ജീവിക്കുന്നതിനും ആവശ്യമായവ എല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു, തന്നിരിക്കുന്നു. കിട്ടുമെന്നല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നമ്മൾ അഗതികളല്ല, അശരണരല്ല, ചോദിക്കാനും പറയാനുമില്ലാത്ത എന്താ പറയുക, ഈ നാട് മുഴുവൻ തെണ്ടി കിടക്കുന്ന ആളുകളില്ലേ, അവരൊന്നല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ ശ്രേഷ്ഠ സ്ഥാനം ലഭിക്കാൻ നമുക്ക് യാതൊരു അർഹതയില്ലെങ്കിലും നമ്മുടെ പിതാവ് അത് നമുക്ക് തരാൻ തീരുമാനമായി കഴിഞ്ഞു. പൗലോസ് പറയാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ മറ്റുള്ളവ നമുക്ക് തരാതിരിക്കുമോ? ദൈവത്തിന് വിലപ്പെട്ടത് പണമല്ല, ദൈവത്തിന് വിലപ്പെട്ടത് തൻ്റെ ഏകജാതനായ പുത്രനാ. ആ പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് തന്നു. അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തരാതിരിക്കുവോ? തരും. എന്നിട്ടെന്താ കിട്ടാത്ത? കയ്യിലിരിപ്പ് തിരുത്ത്. നിനക്ക് എന്താണോ വേണ്ടത് ഞാൻ മേടിച്ചു തരാം, പക്ഷെ ഞാൻ നിന്നോട് ചിലത് പറയും, അത് നിനക്ക് ചെയ്യേണ്ടി വരും, തിരുത്തേണ്ടി വരും. നിനക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം, എന്ത് വേണമെങ്കിലും. ഫോർ ഐ ഹാവ് ദ കീ ഓഫ് ദ കിങ്ഡം. പത്രോസിനോട് അന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തരും. ഈ താക്കോല് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ താക്കോൽ ഉപയോഗിക്കാതിരുന്ന് തുരുമ്പ് പിടിച്ചു. പലരും ആ താക്കോൽ എവിടെ വെച്ചിട്ട് മറന്നേന്ന് പോലും അറിയില്ല. ഇതിനിപ്പോൾ എന്നെ കൊണ്ട് വല്ല മാർഗമുണ്ടോ? എൻ്റെ കയ്യിലുള്ള താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അത് പോളിഷ് ചെയ്ത സ്വർണം പോലെ തിളങ്ങുന്നതാ. നീ ചോദിച്ചോ, ഞാൻ മേടിച്ചു തരാം. കാരണം എനിക്ക് ധനവാനായ കരുണാമയനായ ഒരപ്പനുണ്ട്, തരും. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ചോദിച്ചത് എനിക്ക് തരാതിരുന്നിട്ടില്ല. പിന്നെയാണോ നാളെ? തിരിച്ചറിയണം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വേണം. ആ പരിജ്ഞാനം ഉണ്ടെങ്കിൽ നിന്റെ ഈഹലോക ജീവിതത്തിനും അത് ഭക്തിയോടുകൂടെ ജീവിക്കുന്നതിനും ആവശ്യമായതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. All you have to do, take it. Thank you, Lord. നിന്റെ കയ്യെത്തുന്ന സ്ഥലത്താതിരിക്കുന്ന, നിന്റെ കയ്യെത്തുന്ന സ്ഥലത്ത്. Take it, drink it, enjoy it and thank Him. ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഒന്നും പറയുന്ന ആളല്ല കേട്ടോ. ആ ശപിക്കപ്പെട്ട സുവിശേഷത്തിൻ്റെ കടുത്ത എതിരാളിയാണ് ഞാൻ. പക്ഷെ വചനത്തിലുള്ളത് വചനത്തിലുണ്ടല്ലോ, മനസ്സിലായോ? അപ്പം നമുക്ക് ഈ ആഭിചാരത്തിൻ്റെ പുറകെയോ എന്തെങ്കിലും നേടാൻ വേണ്ടി ബൈബിൾ പറഞ്ഞിട്ടില്ലാത്ത കുനിഷ്ട് കാര്യങ്ങളുടെ പുറകെയൊന്നും പോണ്ട. നമുക്ക് ആവശ്യമായത് ദൈവം തന്നുകൊണ്ടിരിക്കും. ഉറപ്പുവരുത്തുക.
നീ നീതിപൂർവകമാണോ ജീവിക്കുന്നത്? നിനക്ക് കരുണയുണ്ടോ? നീ ദൈവത്തിന് കീഴ്പ്പെട്ടാണോ ജീവിക്കുന്നത്? ഫുൾ സ്റ്റോപ്പ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, 100 കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓർമ്മയെ നിൽക്കില്ല. മനസ്സിലായോ? അടുത്ത വാക്ക് വായിക്കുക. ശത്രുത. ശത്രുത. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പക അല്ലേ? പക. പക എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? പക എന്ന് പറയുന്നത്, ഇപ്പൊ മുതുവറ തോമസ് 4 ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഒന്ന് നാറ്റി വിചാരിക്കുക. തോമസ് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ, ചെയ്യൂല. ഞാനൊരു ഉദാഹരണം പറയുന്നത്, തോമസ് എൻ്റെ അടുക്ക് വന്നിട്ട് ക്ഷമ ചോദിച്ചാലും ഞാൻ ക്ഷമ കൊടുത്താലും എൻ്റെ മനസ്സിൽ ഒരു സാധനം ബാക്കി കിടക്കും. അതിൻ്റെ പേരാണ് പക. ഈ പക നിന്നെ കൊണ്ടുപോയി നാശത്തിലെത്തിക്കും. നമുക്ക് ദൈവം വിശുദ്ധനാണെന്ന് പറഞ്ഞൊരു മനുഷ്യനെ എടുക്കാം, ദാവീദ്. എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. ഈ ദാവീദിൻ്റെ ജീവിതം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ദാവീദിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നോക്കാം. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇഷ്ടമുള്ള തർജ്ജമയെന്ന് വായിക്കാം. ദാവീദ് രാജാവ് ബഹൂറിമിൽ എത്തിയപ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഗേരയുടെ മകൻ ഷിമെയി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിന്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിന്റെ ഇടത്തും വലത്തും നിന്നു. രാജാവിന് കല്ലേറ് കൊള്ളാതിരിക്കാൻ വേണ്ടി അനുചരന്മാർ ഈ ദാവീദിന് ചുറ്റും ഒരു കോട്ട തീർത്തു. ഷിമെയി ശപിച്ചു പറഞ്ഞു, കൊലപാതകി, നീച, കടന്നുപോകൂ. സാവൂളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്റെ മകൻ അബ്ശലോമിന് രാജ്യത്വം നൽകിയിരിക്കുന്നു. അതെ, സംഭവം പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. അതായത് ദാവീദ് രാജാവായിരിക്കുമ്പോഴാണ് അവൻ ബേത്ശേബയെ പ്രാപിച്ചതും അവൻ ചെയ്ത ദുഷ്പ്രവൃത്തി മൂലം ആ സ്ത്രീ ഗർഭിണിയായതും ഭർത്താവില്ലാത്ത സമയത്ത് ഗർഭിണിയായ അവളുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം അവളുടെ ഭർത്താവിൻ്റെ മേൽ കെട്ടിവെക്കാൻ വേണ്ടി പടസ്ഥലത്തായിരുന്ന ഊറിയാവിനെ കൊട്ടാരത്തിലേക്ക് വരുത്തിയതും കള്ളു കുടിപ്പിച്ച് ബോധം കെടുത്തി ഭാര്യയുടെ അടുത്തേക്ക് വിട്ടതും അവൻ പോകാതിരുന്നതും അവസാനം സംഗതി പാളും എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? അവനെ യുദ്ധം മൂർച്ഛിച്ച സ്ഥലത്ത് വെച്ച് അവനെ കൊല്ലിച്ചു. എന്നിട്ട് പ്രജകളുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി അവൻ ബേശബയെ കല്യാണവും കഴിച്ചു. എന്ത് മഹാനായ രാജാവ്! തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച പ്രജയുടെ ഭാര്യയെ രാജാവ് രാജ്ഞിയാക്കിയിരിക്കുന്നു. അപ്പൊ എല്ലാവരും പറയും ഹുറേ, ജയ ജയ. പക്ഷെ ഇത് ദൈവം കണ്ടുകൊണ്ടിരുന്നു. ദൈവം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അപ്പോ നാഥാൻ പ്രവാചകൻ അവനോടൊരു കഥ പറഞ്ഞു. ഒരു ആട് മാത്രമുള്ള ഒരു കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക്, ഒരുപാട് ആടുകളുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഒരാൾ വിരുന്ന് വന്നു. തൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ 100 കണക്കിന് ആടുണ്ട്. അതിൽ ഒരെണ്ണത്തിന് എടുത്തിട്ട് കശാപ്പ് ചെയ്യാമായിരുന്നു. അതിന് പകരം ഒരു പെണ്ണാട് മാത്രമുള്ള ഒരു പാവം കൃഷിക്കാരൻ്റെ ആടിനെ കൊന്ന് അവൻ തൻ്റെ കൊട്ടാരത്തിലെ അതിഥിക്ക് വിരുന്നൊരുക്കി. ഇത് കേട്ടപ്പോ എന്താ പറയാ, ധാർമ്മിക രോഷം കൊണ്ട് ദാവീദ് പറഞ്ഞു, അവൻ വധിക്കപ്പെടണം, അവൻ 1-ന് 4 വെച്ച് തിരിച്ചു കൊടുക്കണം. പ്രവാചകൻ പറഞ്ഞു, നീ ആള് വേറെ ആരുമല്ലടാ. അങ്ങനെ ദാവീദ് പറഞ്ഞ വാക്കുകൊണ്ട് ദൈവം ദാവീദിനെ വിധിച്ചു 1-ന് 4.
അങ്ങനെ ദാവീദിന് ഏറ്റ കഷ്ടങ്ങളുടെ പട്ടിക ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അക്കാലത്ത് ഈ ദാവീദിനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് അവൻ്റെ മകൻ അബ്ശലോം രാജാവായി. ദാവീദ് രാജാവായിരുന്നിട്ടും അവൻ മരുഭൂമിയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. ആ സന്ദർഭത്തിലാണ് ശൗൽ രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷിമെയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദാവീദിനെ കല്ലെറിഞ്ഞതും ശപിച്ചതും തെറി വിളിച്ചതുമൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ശലോം കാലപുരിക്ക് യാത്രയായി. അവൻ്റെ വിധി അവൻ ജോഷിയുടെ ഭാഷയെ പറഞ്ഞ ആകാശത്തു കൂടെ പോണ അടി അബ്ശലോം കോണി വെച്ച് കയറി ഏറ്റെടുത്തു. അങ്ങനെ അബ്ശലോം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഷിമെയ്ക്കൊരു കാര്യം മനസ്സിലായി, ദാവീദ് വീണ്ടും സിംഹാസനത്തിൽ കയറും, അപ്പോൾ എനിക്ക് ദോഷം വരും. അതുകൊണ്ട് ഈ ഷിമയി എന്ത് ചെയ്തെന്നറിയാമോ? 2 ശമൂവേൽ 19-ാം അധ്യായം അതിൻ്റെ 15 തൊട്ടൊന്ന് വായിച്ചോ. അവനെ എതിരേറ്റ് നദി കടത്തി കൊണ്ടുവരാൻ യൂദായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി. ജോർദാൻ നദി കടത്തി ദാവീദ് രാജാവിന് വീണ്ടും എതിരേറ്റ് അവനെ രാജാവായി വാഴിക്കാൻ വേണ്ടി ജനങ്ങൾ വന്നപ്പോ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? ഷിമെയിയും ഉണ്ടായിരുന്നു. അവനെ എതിരേറ്റ് നദി കടത്തി കൊണ്ടുവരാൻ യൂദായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി. അവരോടൊപ്പം ബഹൂറൂമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശനായ ഗേരയുടെ മകൻ ഷിമെയി ദാവീദിനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ടു ചെന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരായ 1000 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഷിമെയി ഒറ്റയ്ക്കൊന്നല്ല വന്നത്. ദാവീദിനെ എതിരേൽക്കാൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് 1000 പേരെ അവൻ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂളിന്റെ വീട്ടുകാര്യസ്ഥനായ സീബയും 15 പുത്രന്മാരോടും 20 ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി. രാജകുടുംബത്തെ ഇക്കരെ കടത്താനും അവന്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു. രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമെയി അവന്റെ മുമ്പിൽ താണു വീണു. ഷിമെയി ഇപ്പൊ ദാവീദിന്റെ മുമ്പിൽ താണു വീണിട്ട് പറഞ്ഞു, അവൻ രാജാവിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ജെറുസലേം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ. ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു. മതി. അപ്പൊ ദാവീദ് എന്ത് ചെയ്തു? പുറത്തു. ഞാൻ 23-ാമത്തെ വാക്യം വായിച്ചേ. നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമെയിക്ക് വാക്ക് കൊടുത്തു. ദാവീദ് രാജാവ് ഷിമെയിക്ക് വാക്ക് കൊടുത്തു, ഈ തെറ്റിനെ പ്രതി നീ മരിക്കില്ല, ഞാൻ തന്നെ ശിക്ഷിക്കില്ല. അപ്പോ ക്ഷമിച്ചോ? ക്ഷമിച്ചു. പാകമുള്ളിന്ന് പോയോ? ഇല്ല. ഇനി 1-ാമത്തെ രാജാക്കന്മാരുടെ പുസ്തകം എടുക്കുക. തൊട്ടടുത്ത് തന്നെയാണ് കിടക്കണേ. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. മരണം അടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്തു വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു. അതെ, ഉപദേശിച്ച മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് വരക്കേണ്ട കാര്യമില്ല. നമുക്ക് ഷിമെയെ സംബന്ധിക്കുന്ന 8ഉം 9ഉം മാത്രം വായിച്ചാൽ മതി. ബഹൂറീംകാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരയുടെ മകൻ ഷിമെയി നിന്നോട് കൂടെയാണല്ലോ. ആണല്ലോ. ഞാൻ മഹനീമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ. അതെ. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു. അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യവും വിവരിച്ചു പറഞ്ഞു. അവനെ ശപിച്ചു, പക്ഷെ അവൻ എന്നോട് ക്ഷമ ചോദിച്ചു, എന്നെ എതിരേൽക്കാൻ വന്നു. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല എന്ന്. ആരുടെ നാമത്തിൽ? കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ അടുത്ത വാക്യം? എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത്. നിരപരാധിയാണെന്നൊന്നും കരുതരുത്. അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. ഒരു കണ്ണിറുക്കിയിട്ട് പറഞ്ഞു, നിനക്കറിയാലോ, ഞാൻ സത്യം ചെയ്തുകൊണ്ട് എനിക്കും കൊല്ലാൻ പറ്റില്ല, എന്താ വേണ്ടെന്ന് നിനക്ക് അറിയാലോ എന്ന് ഒരു കണ്ണ് അടച്ചിട്ട് പറഞ്ഞു. അപ്പൊ ശലോമോൻ പറഞ്ഞു, മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞു. എന്തായിരുന്നു കൽപ്പന?
നീ ബുദ്ധിമാനാണല്ലോ. ആ അവന്റെ തല നരച്ച തല അവന്റെ നരച്ച തല രക്തരൂഷിതമായി രക്തരൂക്ഷിതമായി പാതാളത്തിലെത്തട്ടെ. എന്ന് വെച്ചാൽ നീ അവനെ വെട്ടിക്കൊല്ലണം. അവന്റെ നരച്ച തല മുഴുവൻ ചോര കൊണ്ട് മൂടണം. നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, എങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതേ രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 46-ാമത്തെ വാക്യം വായിച്ച്. രാജാവ് യെഹോദായുടെ മകൻ ബെനായിയോട് കൽപ്പിച്ചു, അവൻ ശിമെയിയെ വധിച്ചു. കണ്ടോ? ഇപ്പൊ ശലോമോൻ തൻ്റെ സർവ്വസൈന്യാധിപനെ വിളിച്ച് ശിമെയിയെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഇതാരുടെ കാര്യം പറയുന്നത്? ഇതാരുടെ കാര്യം പറയുന്നത്? അപ്പം നിങ്ങൾ ഞാനും ഡബിൾ സൂക്ഷിക്കണം. ആളുകൾ നമ്മളോട് തെറ്റ് ചെയ്യും. അവർ ചിലപ്പോൾ നല്ല മനുഷ്യരായതുകൊണ്ട് നമ്മളുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കും. ഒരു ഭംഗിക്ക് നമ്മൾ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഉള്ളിൽ എന്ത് ബാക്കി നിൽക്കും? അതാണ് പക. ആ പക നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് നീ യാഗമാക്കണം. ദൈവസന്നിധി പോയി പറയണം, കർത്താവേ, മുതുവറ തോമസ് എന്നോട് ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒത്തിരി പേരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി. എനിക്കതുകൊണ്ട് കോപം വന്നു. അവൻ്റെ നാശം ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൻ എൻ്റെ അടുക്ക് വന്നിട്ട് ക്ഷമിക്കണം ജോസേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മര്യാദരാമനായി അവനോട് ക്ഷമിച്ചു. പക്ഷെ എൻ്റെ മനസ്സിപ്പോഴും നീറുകയാണ്. തോമാസിനെ കാണുമ്പോഴൊക്കെ എൻ്റെ മുഖം അറിയാണ്ട് ഇങ്ങോട്ട് തിരിക്കും. എന്താ കാരണം? ഹൃദയത്തിൽ എന്ത് കിടക്കുന്നുണ്ട്? പക. അതുകൊണ്ട് കർത്താവേ, അത് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ആ പകയെ നിന്റെ യാഗ തീയിലേക്ക് ഇടുന്നു. കത്തിച്ച് ചാമ്പലാക്കണമേ. അതാണ് ആരാധന. കൈയൊട്ടുന്നതും പാട്ട് പാടുന്നതും അല്ല ആരാധന. നമ്മിലുള്ള തിന്മകൾ ഓരോന്നായി ഓരോന്നായി മാന്തിയെടുത്ത് അത് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹാഗ്നി ചൂളയിലേക്ക് ഇട്ട് കത്തിച്ചു കളയ. ഒരു പാട്ട് നമ്മളിങ്ങനെ പാടില്ലേ? ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ആ പ്രവൃത്തിയാണ് ആരാധന. മനസ്സിലായോ? നിർത്തുകയാണ്, സമയമായി. ഈ പോക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതിനെ നീണ്ട കഥയാണെന്ന് പറഞ്ഞ് പരിഹസിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും നിത്യതയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ പാടുപെടുന്നത്. ഇറ്റ് വിൽ ടേക്ക് സെവറൽ വീക്സ്. ചിലപ്പോൾ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ ആയിരിക്കും നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റുക. ദയവ് ചെയ്ത് സഹകരിക്കണമേ. ദൈവമായ കർത്താവ് ഈ നല്ല വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.